ഈ സാധനം ഇവിടെ വെച്ചാൽ കുഴപ്പമുണ്ടോ? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വേറെ ഒന്നുമല്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ ഇപ്പം ഇത് വെച്ചാൽ വരെ പ്രശ്നമുള്ള കാലത്താണ്. രാജ്യദ്രോഹമാണ്, എന്ത് ചെയ്താലും രാജ്യദ്രോഹമാണ്. ഇനിയിപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ രാജ്യദ്രോഹം ഉണ്ടോയെന്ന് അറിയില്ല. ഏതായാലും കുഴപ്പമില്ല, ഇവിടെ നിന്നോട്ടെ. പൊടി തട്ടി വെക്കുന്നത് നല്ലതാണ്. അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും കാലത്ത് എല്ലാം തീരുന്ന സമയത്തെ ഇതൊക്കെ തന്നെ വേണ്ടി വരും. അതുകൊണ്ട് വെച്ചെന്നുള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിന് പോലും ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല. ആ അവസ്ഥ ഇപ്പം നമ്മുടെ നാട്ടിൽ തൊട്ട്, അതായത് നമ്മൾ ഏതെങ്കിലും രീതിയിൽ മോദിനെ പറ്റിയോ അല്ലെങ്കിൽ BJP ഗവൺമെന്റിനെ പറ്റിയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നമ്മുടെ വീഡിയോ റിമൂവ് ആവും, ചാനൽ റിമൂവ് ആവും. ആ അവസ്ഥയിലെ കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് യൂട്യൂബിലെങ്കിലും തോന്നട്ടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ രാജ്യത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണുള്ളത്. ഏതായാലും BJP സർക്കാരിന് തോന്നാൻ പോകുന്നില്ല. കാരണം എന്ത് ഉൾട്ട ചെയ്യാൻ ആലോചിച്ചിരിക്കുന്ന ആൾക്കാർ അവർ. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. എന്താണേലും നമുക്കിന്ന് ഇറാൻ അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ യുദ്ധത്തിനെ പറ്റി കുറച്ചുകൂടെ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ചെറിയ കാര്യങ്ങളൊന്നുമല്ല, കുറച്ച് ഡീപ്പായിട്ട് ചിന്തിച്ച് നോക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കുക. അതായത് ഭക്ഷ്യ സുരക്ഷയും അടിസ്ഥാന സൗകര്യങ്ങളുമാണ് ഇപ്പം ഇറാൻ ലക്ഷ്യമിടുന്നത്. അതായത് ഇറാൻ്റെ A to Z കാര്യങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. അപ്പം തിരിച്ച് ഇനി ഇത്രയും കാലം, അതായത് ഇവരുടെ ആണവ കേന്ദ്രങ്ങളും അതല്ലെങ്കിൽ ഇവരുടെ സൈനിക കേന്ദ്രങ്ങളൊക്കെ ഇറാൻ ലക്ഷ്യമിട്ടു. പക്ഷെ നേരെ തിരിച്ച് ഇസ്രായേലാണെങ്കിൽ അവരുടെ സ്കൂളുകൾ, മദ്രസകൾ, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ, അല്ലെങ്കിൽ ആൾക്കാർ ജീവിക്കുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെയാണ് ലക്ഷ്യമിട്ടത്. അപ്പോൾ തിരിച്ച് ഇറാനും വിചാരിച്ചു ഞങ്ങളിപ്പോൾ എന്തിനാണ് നോക്കുന്നത്, അവിടുത്തെ ആൾക്കാർ പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ആ അവസ്ഥയിലോട്ട് മാറാം എന്നുള്ളൊരു ചിന്ത ഇറാനും വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഭക്ഷ്യ പ്രതിസന്ധി നല്ല രീതിയിൽ ഇപ്പം ഇസ്രായേലിൽ വന്നിട്ടുണ്ട്. അതിനുള്ള കാരണങ്ങൾ ഇസ്രായേലിലെ ജനങ്ങളെ പട്ടിണിയിലാക്കാനും സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കാനുമാണ് ഇപ്പം ഇറാൻ അടിസ്ഥാനപരമായിട്ടുള്ള അല്ലെങ്കിൽ സൗകര്യങ്ങൾ ലക്ഷ്യം വെച്ചിട്ടാണ് ഇറാൻ്റെ എല്ലാ അറ്റാക്കുകളും ഇപ്പോൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത് ഇതിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേലിലെ കാർഷിക വ്യവസായ ശാലകൾ ബന്ധപ്പെട്ടുള്ള ഒരു പ്രമുഖ വ്യവസായ കേന്ദ്രത്തിന് നേരെയാണ് ഇപ്പം ഇറാൻ ആക്രമിച്ചിട്ടുള്ളത്. ഹൈഫ പോർട്ടിലെ ആക്രമണം, അതായത് ഇസ്രായേലിൻ്റെ 75%, അത് 75% ഇറക്കുമതി കൈകാര്യം ചെയ്യുന്ന ഹൈഫ പോർട്ടിലെ ഏരിയകളിലേക്കാണ് ഇപ്പം ഇറാൻ്റെ പുതിയ മിസൈലുകൾ പായിച്ചിട്ടുള്ളത്, ഡ്രോണുകളും മിസൈലുകളും പായിച്ചിട്ടുള്ളത്. അതായത് ഇത്രയും കാലം ഞങ്ങളെ ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ തിരിച്ച് ഇവന്മാരുടെ ഭക്ഷണമെങ്കിലും മുട്ടിക്കണ്ടേ. ഭക്ഷണം, വെള്ളം, ഊർജ്ജം, ഇതൊക്കെയാണ് നമ്മൾ ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായി ചെയ്യുന്ന അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇറാൻ ഇപ്പോൾ ഹൈഫ പോർട്ടിലോട്ടാണ് പുതുതായിട്ടുള്ള എല്ലാ സംഭവങ്ങളും എയിം ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവിടുത്തെ 75% ഇസ്രായേലിലോട്ട് വരുന്ന ഭക്ഷ്യ സാധനങ്ങൾ എല്ലാം ത്രൂ ഔട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ ഹൈഫ പോർട്ടിൽ നിന്നാണ്. അപ്പോൾ അങ്ങോട്ടാണ് പുതുതായിട്ട് കംപ്ലീറ്റ് ഇറാൻ്റെ മിസൈലുകളും ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ഇനി വ്യവസായ കേന്ദ്രങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ ഇറാൻ്റെ, അതായത് കീടനാശിനി നിർമ്മാണശാല, തെക്കൻ ഇസ്രായേലിലെ അധാമ എന്ന് പറഞ്ഞിട്ടുള്ള കീടനാശിനി നിർമ്മാണശാലയിലേക്ക് ഇറാൻ്റെ മിസൈൽ വീണ് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പുതുതായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ. ഇത് മാറ്റില്ല, ഇവിടെ ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന വെയർ ഹൗസ് ഉൽപാദന ഉപകരണങ്ങളും തകർത്തിട്ടുണ്ട്. ഇവിടെ അതായത് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഭക്ഷ്യ കീടനാശിനികളുടെ സ്ഥാനങ്ങൾ, അതിൻ്റെ ഉൽപാദന മേഖല, ഈ സ്ഥലങ്ങളിലെല്ലാം ഇറാൻ്റെ പുതിയ മിസൈലുകൾ വീണിട്ടുണ്ട്. ഇനി മറ്റ് ലക്ഷ്യസ്ഥാനങ്ങൾ പറയുകയാണെങ്കിൽ രാസ വ്യവസായ ശാലകൾ, സ്റ്റീൽ കോംപ്ലക്സുകൾ, അലൂമിനിയം പ്ലാന്റുകൾ, ഇതൊക്കെയാണ് ഇറാൻ്റെ പുതിയ ലക്ഷ്യങ്ങൾ. അതായത് ഇത്രയും കാലം ഈ എന്താ പറയുക സൈനിക മേഖലയൊക്കെ മാറ്റിയിട്ട് ഇനി ഇസ്രായേലികളെ എങ്ങനെ ഒതുക്കാം, അല്ലെങ്കിൽ ഇസ്രായേലികളെ ആൾക്കാരെ കൂടുതൽ പ്രകോപിപ്പിക്കാം എന്നാണ് ഇറാൻ നോക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഇസ്രായേൽ ഒരു 25% ആളുകൾ നെതന്യാഹുവിനെതിരെ അല്ലെങ്കിൽ യുദ്ധത്തിനെതിരെയും പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകൾ ഇതിലൂടെ എത്തിക്കാം എന്നാണ് ഇറാൻ ചിന്തിക്കുന്നത്. ആ രീതിയിലാണ് അമേരിക്കയും ഇസ്രായേലും ഒരു ചിന്തയില്ലാണ്ട് ചുമ്മാ ഇറാനിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തിരിച്ച് ഇറാൻ അതേ അടി അടിക്കാമെന്നാണ് ഇറാൻ ഇപ്പം തീരുമാനിച്ചിട്ടുള്ളത്. ഇനി ഇപ്പം ബീർ ഷബയിൽ നടന്നിട്ടുള്ള മിസൈലിൻ്റെ ആഘാതങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ 11 പേർക്കെങ്കിലും ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പം പുതുതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അത് മാത്രമല്ല, കൂടുതൽ ആളുകൾക്ക് മാനസിക ആഘാതങ്ങളും അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് ഈ യുദ്ധത്തിൻ്റെ ഉത്കണ്ഠ കാര്യങ്ങൾ മനസ്സിലോട്ട് വന്നിട്ട് കംപ്ലീറ്റ്ലി അവരുടെ മൈൻഡ് ഔട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അവർ ലൈഫിൽ നിന്ന് പോകുന്ന ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്നാണ് പുതിയ
റിപ്പോർട്ട് വരുന്നത്. അത്തരത്തിലുള്ള ചികിത്സകളാണ് ഏറ്റവും കൂടുതൽ ഇസ്രായേലികൾ ഇപ്പം ഹോസ്പിറ്റലുകളിൽ വന്ന് എടുക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തോട്ട് വരുന്നത്. ഇനി ഈ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് തന്നെ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങൾക്ക് മറുപടിയായിട്ട് ഈ രീതിയിൽ ഈ ഇറാൻ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആഗോള സാമ്പത്തിക വ്യവസ്ഥ അതുപോലെ സൈനിക ലക്ഷ്യങ്ങളെ കംപ്ലീറ്റ്ലി തകിടം മറയ്ക്കുന്ന രീതിയിലാണ് ഇപ്പം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് തുടങ്ങി കുടുങ്ങി എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പം ഇസ്രായേലും അതുപോലെ അമേരിക്കയും ട്രംപും നെതന്യാഹും പെട്ടിരിക്കുന്നത്. അതായത് ഈ എലി മറ്റേ കുടുങ്ങില്ലേ, അതായത് ചെറിയ പൂളക്കണ്ടം വെച്ചിട്ട് അല്ലെങ്കിൽ മരച്ചീനി കപ്പ എന്നൊക്കെ പറയും, അത് വെച്ചിട്ട് ഉള്ളിൽ കയറ്റുന്ന അവസ്ഥയാണ് ഇറാൻ ചെയ്തത്. സംഭവം കുടുങ്ങി ഈ പെട്ടിരിക്കുന്ന അവസ്ഥ. ഇനിയിപ്പം ഇറാന്റെ 4 പൂളക്കണ്ടം കടിച്ചാലും വേണ്ടില്ല, നിങ്ങളെ ഞങ്ങൾ വെള്ളത്തിൽ മുക്കി കൊല്ലും. ഇതാണ് ഇപ്പം ഈ യുദ്ധത്തിന്റെ അവസാനം അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, ഹോർമോസിന്റെ മേലെ കൂടെ പോയിട്ടുള്ള അമേരിക്കൻ ചില ഡ്രോണുകളുണ്ട്. അത് കംപ്ലീറ്റ്ലി ഇന്ന് രാത്രി ഇറാൻ തീർത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഹോർമോസ് കടലിടുക്കിന് മുകളിലൂടെ പറന്ന അമേരിക്കയുടെ MQ-9 റീപ്പർ ഡ്രോണുകൾ കംപ്ലീറ്റ്ലി വെടിവെച്ചിട്ടതായിട്ടാണ് IRGC അവകാശപ്പെട്ടിട്ടുള്ളത്. അതായത് ഫെബ്രുവരി അവസാനം മുതൽ ഇതുവരെ വെടിവെച്ചിട്ട് 138ാമത്തെ US ഡ്രോണ് ആണ് എന്നാണ് IRGC പറയുന്നത്. 138 ഡ്രോണുകൾ, അതായത് MQ-9 പോലത്തെ അമേരിക്കയുടെ അത്യാധുനിക ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡ്രോണുകളാണ് ഇറാൻ 138 വീഴ്ത്തിയിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, നാവികസേനയുടെ സ്ട്രൈക്ക് ഗ്രൂപ്പുകളുടെ 82ാമത്തെ എയർബേസ് ഡിവിഷനുകളും ഉൾപ്പെടെ 50,000-ത്തിലധികം US സൈനികരാണ് ഇപ്പം ഈ മേഖലയിൽ മൊത്തം വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൽ 3000, 4000, 5000 വെച്ചിട്ട് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി കരയുദ്ധത്തിലോട്ട് കൊടുത്തുവിടും. ഇതെല്ലാത്തിനെയും ഇറാൻ തീർക്കും. ഇറാൻ കംപ്ലീറ്റ്ലി എല്ലാത്തിനെയും തകിടം മറച്ചിട്ട് പെട്ടിയിലാക്കി, അതായത് അല്ലെങ്കിൽ ഈ ഹോർമോസിലെ സ്രാവുകൾക്ക് ഫുഡാക്കി കൊടുക്കും എന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത് മാത്രമല്ല, ഇസ്രായേലിൻ്റെ പിന്മാറ്റം നമ്മൾ ചിന്തിച്ച് അതായത് ഏകദേശം 12,000 മുതൽ 20,000 വരെ സൈനികരുടെ കുറവാണ് ഇപ്പം ഇസ്രായേലിൻ്റെ IDF മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അങ്ങേയറ്റം ക്ഷീണിതരാണ് സൈനികർ. കാരണം കുറേ കാലങ്ങളായിട്ട് ഈ ഗാസയിലും പലസ്തീനിലും ഈ ഹൂത്തികളെ ആക്രമിച്ചിട്ടും ഹിസ്ബുള്ളിനെ ആക്രമിച്ചിട്ടും കൊന്നും കൊലവിളിച്ചും നടക്കുന്ന ഇസ്രായേലികൾ കംപ്ലീറ്റ്ലി മടുത്തിരിക്കുകയാണ്. ഇനി കൊല്ലാൻ വയ്യ, അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് മുന്നോട്ട് പോകാൻ വയ്യ, അതുകൊണ്ട് ഞങ്ങൾ പിന്മാറുക എന്നുള്ള രീതിയിലുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തോട്ട് വരുന്നുണ്ട്. ഇതാണ് ഇസ്രായേലി സൈനികളുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി ഇതൊക്കെ നടക്കുന്ന സമയത്തും സ്പെയിനിൽ നിന്ന് ചില പുതിയ അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. അതായത് സ്പെയിനിൻ്റെ ഒരു നാറ്റോ സഖ്യകക്ഷി എന്ന നിലയിൽ അസാധാരണമായ നീക്കത്തിലൂടെയാണ് ഇപ്പം ഇറാനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ സ്പെയിൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. അതായത് US സൈനിക വിമാനങ്ങൾക്ക് സ്പെയിൻ തങ്ങളുടെ ആകാശ പരിധി, അതായത് ബേസ് മാത്രമല്ല സ്പെയിൻ്റെ മേലക്കൂടെ പോലും ഞങ്ങൾ അല്ലെങ്കിൽ ഈ ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ഇനി പോകണ്ട, ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം സ്പാനിഷ് പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് ഈ സൈനിക നീക്കത്തെ നിയമവിരുദ്ധം എന്നാണ്. അതായത് ഇറാൻ ആക്രമിക്കുന്നത് നിങ്ങളുടെ ചെറ്റത്തരങ്ങളുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനി ആക്രമിക്കേണ്ടത് ഞങ്ങളുടെ വ്യോമപരിധി ഉപയോഗിക്കേണ്ട, ഞങ്ങളുടെ സ്പേസുകളൊന്നും ഉപയോഗിക്കേണ്ട എന്ന് വ്യക്തമായിട്ട് സ്പെയിനിൻ്റെ പ്രധാനമന്ത്രി മുന്നോട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, ഉയർന്ന ഉയരത്തിൽ പറക്കുന്ന MQ-9 പോലുള്ള ഡ്രോണുകളെ കണ്ടെത്തി നശിപ്പിക്കാനുള്ള ശേഷി ബ്രാവ് 373 പോലുള്ള ഇറാനി അത്യാധുനിക വിമാന പ്രതിരോധ സംവിധാനങ്ങൾക്കും സഹായിക്കുന്നുണ്ട് എന്നുള്ള പുതിയ റിപ്പോർട്ടുകളും പുറത്തോട്ട് വരുന്നു. വെറുതെ അല്ല, അതായത് കംപ്ലീറ്റ്ലി ഇറാൻ കത്തി അമർന്നു കഴിഞ്ഞാലും ആ കത്തി അമർന്ന ചാരം പോലും ഇസ്രായേലിനെയും അതുപോലെ തന്നെ അമേരിക്കൻ്റെയും എതിരെ പ്രവർത്തിക്കുന്ന അവസ്ഥകളാണ് നമ്മളിപ്പം ഈ ഒരു യുദ്ധത്തിന്റെ ഭാഗമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് പുതുതായിട്ട് വന്നിട്ടുള്ള ചില അപ്ഡേറ്റുകൾ. ഒരു രീതിയിലും അമേരിക്കനും ഇസ്രായേലിനും നിലം തൊടിക്കാത്ത രീതിയിലാണ് ഇറാൻ യുദ്ധത്തിന്റെ ഭാഗമായിരിക്കുന്നത്. ഇനി നമ്മുടെ നാട്ടിലെ സംഘികളും എന്നും പറയുന്ന പോലെ, എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ, സംഘികൾക്കും ക്രിസംഘികൾക്കും മുസംഘികൾക്കും ചെറ്റ എക്സ് മുസ്ലിങ്ങൾക്ക് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല അവിടെ നടക്കുന്നത് എന്താണെന്ന്. എവിടെയെങ്കിലും കണ്ട 4 വീഡിയോ ക്ലിപ്പുകളും സാധനങ്ങളും എടുത്തിട്ടിട്ട് ഇവന്മാരെ അലക്കിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം അണ്ണാക്കിലിട്ട് വെട്ടിപ്പൊട്ടുന്ന രീതിയിലാണ് ഇവന്മാരെ അലക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതാണെങ്കിലും ഇറാൻ ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു രീതിയിൽ എന്നെ ഒന്ന് ഒഴിവാക്കി തരൂ. ഇന്നിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് വന്ന് വേറൊരു കാര്യം കൂടെ പറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞ 15 കരാറുകൾ അല്ലെങ്കിൽ 15 നിർദ്ദേശങ്ങൾ ഇറാൻ സമ്മതിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ആ സമ്മതിച്ച കാരണം കൊണ്ട് ഞാൻ യുദ്ധം നിർത്താൻ പോകുന്നതാണ് പറഞ്ഞത്. ഇമാതിരി ഈ തള്ളുകളാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തള്ളിക്കൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ ആസനം തള്ളിക്കൊണ്ട് നെതന്യാഹു ഇരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ തള്ളിക്കോ, നിങ്ങൾ തള്ളുന്ന തള്ളിന്റെ അപ്പുറത്ത് തള്ളു ഞങ്ങൾ തള്ളും എന്ന് ഇറാൻ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് വെച്ചാൽ നിന്റെ അണ്ണാക്കിൽ അല്ലെങ്കിൽ പിരിവെട്ടുന്ന രീതിയിൽ മിസൈൽ പൊട്ടിക്കാം എന്നാണ് ഇറാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകൾ ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തിനെ പറ്റി പറയാനുള്ളത്. ഇനി കൂടുതൽ
കുറച്ച് കാര്യങ്ങളും കൂടി വന്നിട്ടുണ്ട്, നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ലോങ് ആക്കണ്ട എന്ന വിധത്തിലാണ്. ഏതായാലും ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞുതരാം അടുത്ത വീഡിയോയിൽ. ശരി.